1947 ടു 2025, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ന് വരെയുള്ള ബീഹാർ രാഷ്ട്രീയമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 1947-നും 1967-നും ഇടയിലുള്ള കാലഘട്ടം, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബീഹാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. ഡോക്ടർ ശ്രീകൃഷ്ണ സിൻഹയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാന രാഷ്ട്രീയ നേതാവ്. സ്വാതന്ത്ര്യാനന്തരം ബീഹാറിൽ കോൺഗ്രസ് ശക്തമായ വേരുകളുള്ള ഒരു പാർട്ടിയായി വളർന്നു. സംസ്ഥാനത്തെ എല്ലാ പ്രധാന തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഈ വിജയത്തിന്റെ പ്രധാന കാരണം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലുള്ള അവരുടെ പങ്ക്, ശക്തമായ നേതാക്കളുടെ സാന്നിധ്യം, കൂടാതെ ദേശീയ തലത്തിലെ പാർട്ടിയുടെ സ്വാധീനം എന്നിവയായിരുന്നു. ഡോക്ടർ ശ്രീകൃഷ്ണ സിൻഹ ശ്രീ ബാബു 1946 മുതൽ 1961 വരെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയാണ് ബീഹാറിന്റെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബീഹാർ കാർഷിക വ്യാവസായിക മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ദാമോദർ വാലി കോർപ്പറേഷൻ (DVC) നദീതട പദ്ധതിയായ ഇത് വ്യാവസായിക വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ബരാവുനി ഓയിൽ റിഫൈനറി വ്യാവസായിക മുന്നേറ്റത്തിന് ഇത് വലിയ സഹായകമായി. കൃഷിഭൂമി പരിഷ്കാരങ്ങൾ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കി. ഇത് ഭൂമിയില്ലാത്ത കർഷകർക്ക് വലിയ ആശ്വാസമായി. എങ്കിലും ഈ കാലഘട്ടത്തിൽ ബീഹാറിൽ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വിഭാഗീയതകൾ ശക്തിപ്പെട്ടു തുടങ്ങി. ഉയർന്ന ജാതിക്കാർക്കിടയിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് യാദവർ, കുറുമി തുടങ്ങിയ സമുദായങ്ങൾക്കിടയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഈ വിഭാഗങ്ങൾ പിന്നീട് കോൺഗ്രസിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു. മൊത്തത്തിൽ 1947-നും 1967-നും ഇടയിലുള്ള കാലഘട്ടം ബീഹാറിന്റെ ഭാവി രാഷ്ട്രീയത്തിന് അടിത്തറയിട്ട ഒരു നിർണായക ഘട്ടമായിരുന്നു. ഈ സമയത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ജാതി അടിസ്ഥാനത്തിലുള്ള ചേരിതിരിവുകൾ പിന്നീട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായി. 1967 മുതൽ 1990 വരെയുള്ള കാലഘട്ടം ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തകർച്ചയും പിന്നോക്ക ജാതിക്കാരുടെ ഉദയവും അടയാളപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയും സഖ്യ സർക്കാരുകളുടെ ആവിർഭാവവും സാധാരണമായി. 1967-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസിന് ബീഹാറിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടിയുടെ ഭാഗമായിരുന്നു. പിന്നോക്ക ജാതിക്കാരുടെ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ ശക്തിയും ഉയർന്ന ജാതിക്കാരുടെ ആധിപത്യത്തിനെതിരായ ജനങ്ങളുടെ രോഷവുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. 1967-ന് ശേഷം ബീഹാറിൽ സംയുക്ത വിധായക് ദൾ പോലുള്ള വിവിധ പാർട്ടികളുടെ സഖ്യ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. ഈ സഖ്യങ്ങൾ വ്യത്യസ്ത പ്രത്യാശയങ്ങളുള്ള പാർട്ടികളുടെ കൂട്ടായ്മയായതിനാൽ അസ്ഥിരമായിരുന്നു. രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ പതിവായി. കൂടാതെ പല മുഖ്യമന്ത്രിമാർക്കും വളരെ കുറച്ചുകാലം മാത്രമേ അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിന്റെ ഫലമായി പലപ്പോഴും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നു. ഈ കാലയളവിൽ പിന്നോക്ക ജാതിക്കാർക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചു. 1970-കളിൽ കർപ്പൂരി ഠാക്കൂർ മുഖ്യമന്ത്രിയായി വന്നത് ഈ മാറ്റത്തിന് വലിയൊരു ഉദാഹരണമാണ്. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുകയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ നയങ്ങൾ ബീഹാറിന്റെ സാമൂഹിക ഘടനയിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി. 1960-കളുടെ അവസാനം മുതൽ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ബീഹാറിൽ ശക്തി പ്രാപിച്ചു. ജാതി വർഗ അസമത്വങ്ങൾക്കെതിരെ പോരാടുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ പ്രസ്ഥാനങ്ങൾ കർഷകരെയും ദളിതരെയും സംഘടിപ്പിച്ചു. ഇത് സവർണ ജാതിക്കാരുമായി വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുകയും സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. 1980-കളിൽ ഇത് രൂക്ഷമായി. ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് പിന്നീട് ലാലു പ്രസാദ് യാദവ് പോലുള്ള പിന്നോക്ക ജാതി നേതാക്കൾക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുറന്നത്. ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലം 1990-2005 ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കിയ കാലഘട്ടമായിരുന്നു. ഇത് സാമൂഹ്യ നീതിയും പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണവും എന്ന പേരിൽ അറിയപ്പെട്ടു. അതേസമയം ക്രമസമാധാന നിലയുടെ തകർച്ച, സാമ്പത്തിക വികസനത്തിന്റെ അഭാവം തുടങ്ങിയ കടുത്ത വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിന് നേരിടേണ്ടി വന്നു. അധികാരത്തിലേക്കുള്ള വഴി. 1990-ൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിലൂടെ പിന്നോക്ക ജാതിക്കാരുടെ OBC വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. യാദവർ, മുസ്ലിം സമുദായങ്ങൾ തുടങ്ങിയവരുടെ പിന്തുണയോടെ അദ്ദേഹം ഒരു വലിയ വോട്ട് ബാങ്ക് രൂപീകരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ RJD പാർട്ടിയെ ഒരു വലിയ ശക്തിയായി വളർത്തി. സാമൂഹിക നീതിയും ശാക്തീകരണവും. ലാലുവിന്റെ ഭരണം ബീഹാറിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഉയർന്ന ജാതിക്കാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിച്ചു. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തങ്ങൾക്കൊരു പങ്കുണ്ടെന്ന് തോന്നി. എന്നാൽ ഈ സാമൂഹിക മാറ്റങ്ങൾ സാമ്പത്തിക വികസനത്തിന് വേണ്ടത്ര ഊന്നൽ നൽകിയില്ല. ലാലുവിന്റെ ഭരണകാലം ജംഗിൽ രാജ് എന്ന പേരിൽ അറിയപ്പെട്ടു. കിഡ്നാപ്പിംഗ്, കൊലപാതകങ്ങൾ, കൊള്ളയടി തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കുറഞ്ഞതിനാൽ റോഡുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നിലവാരം മോശമായി. വ്യാവസായിക വളർച്ച മുരടിച്ചു. കാലിത്തീറ്റ കുംഭകോണം പോലുള്ള വലിയ അഴിമതി കേസുകൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കളങ്കമുണ്ടാക്കി. ഈ കേസിൽ അദ്ദേഹത്തെ പിന്നീട് ജയിലിലടച്ചു. ലാലുവിന്റെ ഭരണം ബീഹാറിൽ ജാതി രാഷ്ട്രീയത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി. അദ്ദേഹത്തിന്റെ കാലത്തെ സാമൂഹിക നീതിയെ പലരും പ്രശംസിക്കുമ്പോൾ ക്രമസമാധാനം, സാമ്പത്തിക വികസനം തുടങ്ങിയ കാര്യങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങളും ഉയർന്നു. 2005-ൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലെത്തിയതോടെ ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിന് അന്ത്യമായി. 2005-ൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനതാദൾ യുണൈറ്റഡ് BJPയുമായി ചേർന്ന് അധികാരത്തിലെത്തി. ലാലുവിന്റെ ഭരണകാലത്തെ ജംഗിൽ രാജ് അവസാനിപ്പിച്ച് ക്രമസമാധാനം മെച്ചപ്പെടുത്തുന്നതിൽ നിതീഷ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മികച്ച റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. ഈ കാലയളവിൽ നിതീഷ് കുമാർ പലതവണ മുന്നണി മാറി. BJPയുമായും പിന്നീട് RJDയുമായും സഖ്യമുണ്ടാക്കി. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിലെ സങ്കീർണതകളെയാണ് കാണിക്കുന്നത്. നിലവിൽ ബീഹാർ രാഷ്ട്രീയം പ്രധാനമായും RJD, JDU, BJP എന്നീ പാർട്ടികളെ കേന്ദ്രീകരിച്ചാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനവും ജാതി സമവാക്യങ്ങളും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഇപ്പോഴും സ്വാധീനിക്കുന്നു. ബീഹാർ രാഷ്ട്രീയം പല കൗതുകങ്ങൾ നിറഞ്ഞതാണ്. ജാതി രാഷ്ട്രീയം, കൂട്ടുകക്ഷി ഭരണങ്ങൾ, അതുപോലെ നേതാക്കന്മാരുടെ വ്യക്തിപ്രഭാവം തുടങ്ങിയവ ബീഹാർ രാഷ്ട്രീയത്തെ സങ്കീർണവും ആകർഷകവുമാക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകം ജാതിയാണ്.
തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിലും ജാതി ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ലാലു പ്രസാദ് യാദവിനെ പോലുള്ള നേതാക്കൾ പിന്നോക്ക ജാതിക്കാരായ യാദവരെയും മുസ്ലിം സമുദായത്തെയും ഒരുമിപ്പിച്ച് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു. നിതീഷ് കുമാർ ആകട്ടെ അതിപിന്നോക്ക വിഭാഗങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് പുതിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി. കൂറുമാറ്റങ്ങളും കൂട്ടുകക്ഷി ഭരണങ്ങളും. ബീഹാർ രാഷ്ട്രീയം പലപ്പോഴും കൂട്ടുകക്ഷി ഭരണങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ കൂറുമാറ്റങ്ങളാണ്. ബിജെപിയുമായും ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡിയുമായും അദ്ദേഹം പലവട്ടം സഖ്യം മാറി. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അസ്ഥിരത ഉണ്ടാക്കിയെങ്കിലും നിതീഷ് കുമാറിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഭാവം നിലനിർത്താൻ കഴിഞ്ഞു. വികസനവും ക്രമസമാധാനവും. ജംഗിൾ രാജ് എന്നറിയപ്പെട്ടിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിൽ ക്രമസമാധാന നില വളരെ മോശമായിരുന്നു. എന്നാൽ നിതീഷ് കുമാർ അധികാരത്തിൽ വന്നപ്പോൾ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുകയും ഗതാഗതം, ആരോഗ്യ മേഖലകളിൽ വലിയ വികസനം കൊണ്ടുവരികയും ചെയ്തു. ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകി. കുടുംബവാഴ്ച. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവാഴ്ച ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അദ്ദേഹത്തിന് ശേഷം ഭാര്യ രാബ്രി ദേവിയും മകൻ തേജസ് യാദവും രാഷ്ട്രീയത്തിൽ സജീവമായി. ഇതൊരു പരിധിവരെ കുടുംബവാഴ്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനങ്ങൾക്ക് കാരണമായി. എന്നിരുന്നാലും തേജസ് യാദവ് ഒരു യുവനേതാവായി ജനസമ്മതി നേടിയിട്ടുണ്ട്. ഈ സവിശേഷതകളെല്ലാം ബീഹാർ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഇത് ജനശ്രദ്ധ ആകർഷിക്കുകയും ബിജെപിയെയും എൻഡിഎയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കലിലാണ് കൃത്രിമം നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഈ പ്രക്രിയയിലൂടെ പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതുകൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്നും ഇത് വോട്ട് മോഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം യാത്രയിലുടനീളം ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലെ പ്രതിപക്ഷ ഐക്യം ഉറപ്പിക്കാൻ സഹായകമായി. ആർജെഡി നേതാവ് തേജസ് യാദവ് യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരുകയും പ്രതിപക്ഷ കൂട്ടായ്മയുടെ ശക്തി തെളിയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ യാത്ര വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. യുവാക്കൾക്കിടയിലും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് നല്ല പിന്തുണ ലഭിച്ചു. ഇത് ബിജെപിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. രാഹുൽ ഗാന്ധിയുടെ യാത്ര ശക്തമായ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ഭയന്ന് ബിജെപി അതിനെതിരെ രംഗത്തെത്തി. യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുമെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്ന് ബിജെപി ആരോപിച്ചു. ഈ ആരോപണം രാഷ്ട്രീയമായി വലിയ വിവാദമുണ്ടാക്കുകയും യാത്രയുടെ ജനപ്രീതിയെ നേരിടാനുള്ള ബിജെപിയുടെ ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. യാത്രയുടെ നേരിട്ടുള്ള സ്വാധീനം വരാനിരിക്കുന്ന ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വ്യക്തമാകും. എന്നിരുന്നാലും വോട്ടർ അധികാർ യാത്ര പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പുതിയ രാഷ്ട്രീയ ആയുധം നൽകുകയും ബീഹാറിലെ വോട്ടർമാരെ ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും സഹായിക്കുകയും ചെയ്തു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ (ECI) 2025 ഒക്ടോബർ 6-ന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി നവംബർ 6, നവംബർ 11 തീയതികളിലാണ്. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കും. ഇത്തവണ 243 അംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് താരതമ്യേന കുറഞ്ഞ ഘട്ടങ്ങളിലായി 2 ഘട്ടങ്ങളിൽ നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയം. മത്സരിക്കുന്ന പ്രധാന സഖ്യങ്ങളും കക്ഷികളും: നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് (NDA), മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് അഥവാ JDU, ഭാരതീയ ജനതാ പാർട്ടി BJP, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് തുടങ്ങിയ കക്ഷികൾ ഉൾപ്പെടുന്നു. നിതീഷ് കുമാറാണ് നിലവിലെ മുഖ്യമന്ത്രി. മഹാസഖ്യം അഥവാ ഇന്ത്യ മുന്നണി, മഹാഗത്ബന്ധൻ അഥവാ ഇന്ത്യ ബ്ലോക്ക്, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ജനതാദൾ RJD, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, ഇടതുപക്ഷ കക്ഷികൾ എന്നിവരാണ് ഈ സഖ്യത്തിലെ പ്രധാനികൾ. പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള ജൻ സ്വരാജ് പാർട്ടിയും ഇത്തവണ മത്സര രംഗത്തുണ്ട്. തൊഴിലില്ലായ്മ, കുടിയേറ്റം, വികസനം എന്നിവയാണ് പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. തേജസ്വി യാദവ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. വർഷങ്ങളായി സഖ്യങ്ങൾ മാറി മാറി വരുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളും വലിയ ചർച്ചാ വിഷയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും പ്രത്യാഘാതങ്ങളും സംഭവിക്കാൻ കെൽപ്പുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ നവംബർ 14-ന് ബീഹാറിൽ നിന്നും പുറത്തുവരുന്നത്.